ഹലോ ഹായ്. അപ്പോൾ എവിടെ നോക്കിയാലും നമ്മുടെ ഇഫാ ചിക്കൻ ആണല്ലേ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇതേ ഇഫാ ചിക്കനാണ്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പാർട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് വരഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വരഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ഇടികല്ലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് ഇടിച്ചൊന്ന് എടുക്കാം കേട്ടോ. കാരണം നമ്മുടെ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കൈയളവിനാണ് കേട്ടോ പൊടികളെല്ലാം ചേർക്കുന്നത്. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയും പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ തൈരും ഒക്കെ ചേർത്തിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ചിക്കൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും കൂടെ ഇട്ട് ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്ത് ഒരു 2 hours നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ 2 hours കഴിഞ്ഞ് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ചൂടാക്കിയ പാനിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് അത് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഓവർ കുക്ക്ഡൊന്നും ആവണ്ട, കുറച്ചൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാര്യം വലിയ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ആവുന്ന ടൈമിൽ നമുക്ക് സോസ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് പുഴുങ്ങിയ മുട്ടയുടെ വെള്ളയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളിയും 1 സ്പൂൺ പഞ്ചസാരയും പിന്നെ ഫ്രഷ് ക്രീമും ചീസും ഒക്കെ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, പക്ഷേ ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ്റെ മേലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫുള്ളൊന്ന് കവറാവുന്ന രീതിയിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. അപ്പോൾ ആരും മിസ്സാക്കരുത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിക്കോളിൻ. ടാറ്റാ ബൈ ബൈ.